ഇപ്പോൾ ഏറ്റവും കൂടുതലും വിവാദമായിക്കൊണ്ടിരിക്കുന്നത് ജാൻമണി എന്ന് പറയുന്ന ബിഗ് ബോസ് താരവും അതേപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തു നിന്നുള്ള ഒരാളാണ് ജാൻമണി എന്ന് പറയുന്നത്. അവർ മോദിയെ പറ്റി പറഞ്ഞ ചില വാക്കുകൾ അല്ലെങ്കിൽ ചില സെൻറ്റൻസുകൾ ഇന്ന് മുഴുവൻ BJP നേതൃത്വവും ഏറ്റെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ജാൻമണിയെ അറസ്റ്റ് ചെയ്യണം, തീഹാർ ജയിലിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ രാജ്യദ്രോഹിയായി മുദ്ര കുത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ ഒരുപാട് ആളുകൾ ജാൻമണിയെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഈ ജാൻമണിയെ രാജ്യദ്രോഹിയാക്കി ചിത്രീകരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ജാൻമണിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ? ജാൻമണിയെ കുറ്റപ്പെടുത്തേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഒരു ആയുധമാക്കി BJP ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് പറയാൻ പറ്റും. അതിൽ പ്രധാനമായിട്ടും ജാൻമണിയെ കേരളം മൊത്തം ട്രോള് ചെയ്താണ് ഇത്രയും നാളും ശീലിച്ചിട്ടുള്ളത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം CJP സമരമായിട്ട് ബന്ധപ്പെട്ട് ജാൻമണി ഡൽഹിയിലേക്ക് പോകുമ്പോൾ ജനങ്ങളെല്ലാവരും ജാൻമണിയെ സ്നേഹിക്കുന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അവസാനം ജാൻമണി തന്നെ പറഞ്ഞു, എനിക്കൊരുപാട് സോറി എല്ലാവരും എന്നോട് പറയുന്നുണ്ട്, അത് വേണ്ട, എനിക്ക് ഇനിയും ട്രോള് വേണം, എനിക്ക് ട്രോളിലൂടെ ജീവിച്ചാൽ മതി എന്ന് ജാൻമണി പറയുന്ന ഇതിപ്പോ ഒരുപാട് ട്രോളിലേക്കും കൂടെ ജാൻമണി എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഇതൊരു രാജ്യദ്രോഹ കുറ്റമായിട്ടൊക്കെ നമ്മൾ എങ്ങനെ ഇതിനെ കണക്കാക്കുമെന്ന് സംശയമുണ്ട്. പക്ഷേ ജാൻമണി പറഞ്ഞ പല കാര്യങ്ങൾക്കകത്തും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇതിലൊന്നും സത്യം ഉണ്ടായിട്ടില്ല. അതിലും ജാൻമണി പറയുന്നത്, എനിക്ക് മലയാളം സംസാരിക്കുന്നതിൽ കുറച്ച് കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മലയാളം ശരിയല്ല, ഓൾറെഡി ഒരു ഡൽഹി കണ്ടന്റ് കണ്ടിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കുമ്പോൾ മനസ്സിലാത്തത്, ഇതിൽ ജാൻമണി പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം നരേന്ദ്രമോദിയുടെ അച്ഛനെയും അമ്മയും സംബന്ധിച്ചും കൂടെയാണ്. അതിൽ ജാൻമണി ജാൻമണിയുടെ പറയുന്നത് നരേന്ദ്രമോദിയുടെ അച്ഛൻ 1947 മരിച്ചിട്ടുള്ളതെന്ന്. പക്ഷേ കണക്ക് നമ്മൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ 1989 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ ഒരു നാക്കുപിഴയാണെങ്കിൽ 49 വരാം, അതായത് 1949 വരാം. പക്ഷേ 1947 എങ്ങനെ വന്നു എന്നുള്ളത് ഒരു സംശയമാണ്. അപ്പോൾ നാക്കുപിഴയായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റുമോ, അതോ ഏതോ ഒരു ഇൻഫോർമേഷൻ അങ്ങനെ തന്നെ പഠിച്ചു പറഞ്ഞതാണോ എന്നുള്ളതും ഇത്തരത്തിൽ കണ്ടന്റുകൾ കണ്ടിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം പോലും മനസ്സിലാക്കാതെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ ഇപ്പോൾ നടന്ന പ്രൊട്ടസ്റ്റ്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് CJP നടത്തിയ പ്രൊട്ടസ്റ്റ്, ഈ പ്രൊട്ടസ്റ്റിൻ്റെ അല്ലാത്ത വീഡിയോകൾ പലതും ഇന്നും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഇത് രാജ്യത്തിനെതിരെയാണോ, അതോ ഈ പ്രൊട്ടസ്റ്റ് നടത്തുന്നത് അതോ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് നമ്മൾ പോലും ചിന്തിച്ചു പോകും. ഇപ്പോൾ പാലസ്തീൻ്റെ പതാകയുമായിട്ട് വരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പോലീസ് തട്ടിപ്പറിച്ചിട്ട് ആ പെൺകുട്ടിയെ കൊണ്ടുപോകുന്ന കാഴ്ചകൾ. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് വരുന്ന ക്യാപ്ഷനുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. CJP സമരത്തിൽ പാലസ്തീൻ പതാകയുമായിട്ട് പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീഡിയോസ് വരുന്നത്. അതേപോലെ തന്നെ വാളും പരിചയമായിട്ട് വരുന്ന അത് നമ്മൾ കണ്ടതാണ്. പഞ്ചാബിൽ നിന്നുമുള്ള കുറേ ആളുകൾ വരുന്ന. അപ്പോൾ ഇതിനകത്ത് തന്നെ മോദിയെ കൊല്ലണം, അല്ലെങ്കിൽ അമിത്ഷയെ കൊല്ലണം, അല്ലെങ്കിൽ നമുക്കറിയാം ഈ സംഘപരിവാർ തീവ്രത എത്രത്തോളം ഉണ്ട് എന്ന് എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. കാരണം നമ്മുടെ രാജ്യം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മതേതര രാജ്യമാണ്, എല്ലാ മതങ്ങൾക്കപ്പുറമാണ്. ഇപ്പോൾ RSSൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കുക, രാമരാജ്യം നിർമ്മിക്കുക, ഇതാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസ് ഇന്ന് വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു വേളയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതേപോലെ തന്നെ മതധ്രുവീകരണം, മതങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങൾ നടക്കുന്ന ഒരു രാജ്യത്തിലൂടെയാണ് നമ്മൾ ഇപ്പോഴും പോകുന്നത്. എത്രത്തോളം നമ്മൾ മതേതര രാജ്യമാണ് എന്ന് പറയുമ്പോഴും ഈ വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അപ്പോൾ ഈ സംഘപരിവാറിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വം തന്നെയാണ്. അപ്പോൾ അതിനെതിരെ അഗ്രസീവായിട്ട് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെതിരെ പറയുന്ന രാജ്യത്തിനെതിരായിട്ടുള്ള, ഈ രാജ്യം തകർന്നു കാണണം, ഈ രാജ്യം തകർന്നതിന് ശേഷം വേണം ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ എന്ന് ചിന്തിച്ചിരിക്കുന്ന പല ആളുകളുമുണ്ട്. ചില ആളുകളൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരു 4-5 കൊല്ലം മുമ്പിട്ടാണ് കരിങ്കൊടിക്ക് പകരം നമ്മുടെ ഇന്ത്യൻ പതാക ഉയർത്തി തുടങ്ങിയതും അതെല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ രാജ്യത്തിനെതിരായിട്ട്, ഇപ്പോൾ സിസ്റ്റത്തിനെതിരായിട്ട് സമരം നടത്തുന്നതും രാജ്യത്തിനെതിരായിട്ട് സമരം നടത്തുന്നതും രണ്ടാണ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റിൽ നരേന്ദ്രമോദിക്കെതിരെ പോകുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഇരിക്കുന്ന പൊസിഷന്, അത് ആര് വന്നിരുന്നാലും ഇന്ത്യയിലെ ജനങ്ങളാണ് ജനാധിപത്യ സംവിധാനത്തിൽ വിജയിപ്പിച്ചു വിടുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി,
കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ട് ആര് വന്നു കഴിഞ്ഞാലും അവരെ തിരഞ്ഞെടുക്കുന്നത് കേരളത്തിലെ ജനതയാണ്. അതിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ എൻ്റെ അഭിപ്രായം വേറൊന്നാണ്, അപ്പോൾ അങ്ങയുടെ അഭിപ്രായം മറ്റൊന്നാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഒന്നായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുകയാണ്. അവിടെ നമ്മളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണെങ്കിലും യഥാർത്ഥ ജനാധിപത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഭരണാധികാരി ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ജനാധിപത്യം. അങ്ങനെ തന്നെയാണ് ഇന്ത്യയെ ഇത്രത്തോളം വ്യത്യസ്തമാക്കുന്നത്. നമുക്കറിയാം എത്ര സംസ്ഥാനങ്ങൾ ചേർന്നാണ് ഇന്ത്യ എന്ന്. അപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങളിലും ഇവിടുത്തെ വൈവിധ്യങ്ങൾ വ്യത്യസ്തമാണ്, മുഴുവൻ കാര്യങ്ങളും വ്യത്യസ്തമാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന ഓരോ പൊസിഷനിലും ഇരിക്കുന്ന ആളുകൾ അവർ സേവകരാണ്, ഈ രാജ്യത്തിൻ്റെ സേവകരാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എന്തിനു വേണ്ടിയിട്ടാണ് രൂപം കൊണ്ടത്? രാജ്യത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നൊന്നില്ലാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ രാജ്യത്തെ നല്ലൊരു രാജ്യമാക്കി വീണ്ടും കാരണം വരുന്ന യുവാക്കൾ, വരാൻ പോകുന്ന യുവത്വം, പുതിയ ജനത, ആ ജനതയുടെ ലിറ്ററസി, ഇതെല്ലാമാണ് ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്. അങ്ങനെ പുതിയൊരു രാജ്യം നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്, ആ രാജ്യത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികൾ. അപ്പോൾ നമുക്ക് മോദിയോട് ദേഷ്യമാകാം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോട് ദേഷ്യമാകാം. പക്ഷേ അദ്ദേഹം ഇരിക്കുന്ന പൊസിഷൻ, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും താങ്കളുടെയും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും അന്തസ്സും ആത്മാഭിമാനവും എപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് പോകാൻ ഉത്തരവാദിത്വമുള്ള ഒരാളാണ്. അപ്പോൾ ആ പൊസിഷനിലിരിക്കുന്ന ഒരാളെ പറ്റി പറയുമ്പോൾ നമ്മൾ അത്രത്തോളം, നമ്മൾ എത്രയോ ചർച്ചകളിൽ ഇപ്പോൾ നരേന്ദ്രമോദിയെ നമ്മൾ കളിയാക്കാറുണ്ട്, അല്ലെങ്കിൽ മോശമായി പറയാറുണ്ട്. പക്ഷേ വ്യക്തി അധിക്ഷേപം എന്ന് പറയുന്നത് അത് മറ്റൊരു രീതിയിൽ വരുന്നതാണ്. എത്രത്തോളം അദ്ദേഹത്തിനോട് ദേഷ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഇരിക്കുന്ന പൊസിഷനോട് നമ്മൾ ഒരു ആദരവ് കാണിക്കേണ്ടതുണ്ട്. ഇപ്പോൾ എത്രയോ മഹാത്മാർ കടന്നു പോയിട്ടുണ്ട്, അവരോടെല്ലാം നമ്മൾ ആദരവ് കാണിച്ചിട്ടല്ലേ നമ്മൾ പോകുന്നത്. പക്ഷെ അതേപോലെ തന്നെ ഇതിനെതിരെ ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ ഉണ്ടാക്കിവിടുന്ന ആളുകളെ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതും ആ പാർട്ടിയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇപ്പോൾ മേജർ രവി പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നത് പ്രൊട്ടസ്റ്റ് അല്ല, അവിടെ നടക്കുന്നത് കുറേ ജോലിയില്ലാത്ത കുറേ ആളുകൾ അവിടെ വന്ന് നിൽക്കുകയാണ്. അവരൊന്നും നീറ്റ് വിദ്യാർത്ഥികളല്ല. അതുപോലെ സംസാരിക്കുന്നവർക്ക് രാഷ്ട്രീയം അറിയാത്ത നിഷ്കളങ്കമായ കുട്ടിയാണ് മോഹൻലാലിന്റെ മകളെന്ന്. ഈ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം ഉണ്ടായതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്കറിയാം രാജ്യത്തിന്റെ പ്രതിപക്ഷ ശക്തികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ധർമ്മേന്ദ്രജിയെ താഴെ ഇറക്കാൻ കഴിഞ്ഞത്? അതൊരു രാഷ്ട്രീയമാണ്. കൊടിയുടെ നിറമോ ആദർശങ്ങളോ മാത്രമല്ല, അതിനപ്പുറത്തേക്ക് അവരുടെ ആവശ്യമാണ്, ഒരു യുവജനതയുടെ ആവശ്യമാണ്. അവർ വിദ്യാർത്ഥികളായിട്ടാണ് ഇപ്പോഴും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവനും കാണുന്നത്. പക്ഷെ അതിനെ മാറ്റി ചിന്തിപ്പിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് അവരെന്താണ് ചെയ്തത്? ആ പ്രൊപ്പഗണ്ടകളെ എല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് അവർ ഈ രാജ്യത്തെ യുവാക്കളാണ് എന്ന് ഓരോ മനുഷ്യരിലേക്കും എത്തിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരത്തിൽ മോദിയെ കളിയാക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, അല്ലെങ്കിൽ മോദിയെ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെ വെടിവെച്ചു കൊല്ലണം എന്നൊക്കെ പറയുന്നത് അത് രാജ്യദ്രോഹം തന്നെയാണ്, രാജ്യത്തിനെതിരായിട്ടുള്ള കാര്യം തന്നെയല്ലേ. ഇതില് ജാൻമണി ഒരു എല്ലാം തമാശയായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കണക്കാക്കാം. ജാൻമണിയുടെ പഴയ വാർത്തകളും എല്ലാം നോക്കിയാൽ മനസ്സിലാകും. വെറുതെ ഒരു ഓൺലൈൻ മാധ്യമത്തിന്റെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ മതിയും. എല്ലാം വളരെ തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഏതോ ഒരു കണ്ടന്റ് കണ്ടു അങ്ങനെ പകർത്തിയതോ അതോ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചതോ ആണെങ്കിൽ കൂടെ ഇതിൻ്റെ ദൂഷ്യവശം ഏറ്റവും ഇത് തന്നെ മോശമായി ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിൽ ശേഷം ആള് ഒരു അപ്പോളജി വീഡിയോയുമായിട്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അടുത്ത ദിവസങ്ങളിൽ BJPയുടെ മഹിളാ മോർച്ച ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ പോലീസ് സ്റ്റേഷനുകളും കേസ് കൊടുക്കാൻ വരെ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഇനി എടുക്കാൻ പറ്റുന്ന കേസ് ഞാൻ വിചാരിക്കുന്നത് ഒരു ഡെഫമേഷൻ കേസ് മാത്രമാണ് എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഡിഫർമേഷൻ ആണ് നമ്മുടെ ഭാരതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അനുസരിച്ച് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ശിക്ഷ. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ഡിഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും പറയുന്ന വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മേലിൽ വള്ളി പിടിക്കേണ്ടി വരും.